2025 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നമ്മൾ നോർമലി പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടും ഇന്ന് ചാനൽ ചർച്ചയിലായാലും എല്ലാം പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ CPM-മായി, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി, നിലവിലുള്ള സർക്കാരുമായി പിണറായിസത്തിന്റെ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി റെഡിയായി. അതിനിടയിൽ നമുക്ക് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്താം. എങ്ങനെയാണ് വരാൻ പോകുന്ന ഇലക്ഷൻ, ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളെ പറ്റി എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ വിലയിരുത്തൽ. ഒന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ 1977 മുതൽ 2011 വരെ ദീർഘകാല MLA ആയിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ്. ആ ഒരു ബേസിലാണ് 2016 ആര്യാടൻ മുഹമ്മദിന്റെ മകന് രാഷ്ട്രീയത്തിലേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് PV അൻവറിനെതിരെ മത്സരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബേസിലാണ്. അപ്പോൾ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് ആ ഒരു രാഷ്ട്രീയ ബേസുമായി 2016 PV അൻവറിനുമായി ഏറ്റുമുട്ടിയിരുന്നു. എന്നിട്ട് നല്ലോണം പരാജയപ്പെടുകയും ചെയ്തു. നിലവിൽ ഈ രാഷ്ട്രീയം നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ PV അൻവറിന്റെ നിലവിലുള്ള UDF-ഉമായുള്ള ചർച്ചകളും അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇതിനു മുന്നേ PV അൻവർ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതിന് മുന്നേ PV അൻവർ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാടില്ല എന്നാണ്. കാരണം അവർ വ്യക്തിപരമായ ഇഷ്യൂവും അതേപോലെ പരാജയമേറ്റതിന്റെയും കുറെ പ്രശ്നങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് മുന്നേ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മുസ്ലിം ലീഗുമായിട്ടും ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദിനൊക്കെ ദീർഘകാലം മുന്നേ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും മുസ്ലിം ലീഗിനെ ഭീകരവാദിയായി ചിത്രീകരിക്കാനും അതുപോലെ ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ തീവ്രവാദികളാക്കുന്ന ഒരു പണ്ടേ ഉള്ളൊരു കുൽസിത പ്രവർത്തനം നടത്തിവരുന്നു. ആര്യാടൻ മുഹമ്മദ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും നടത്തി പോകുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാനുണ്ടായിരുന്നു രാഷ്ട്രീയ ഒരു ടൈം. അപ്പോൾ ഈ ഒരു നിലവിലുള്ള സാഹചര്യം ടാക്കിൾ ചെയ്തിട്ട് കോൺഗ്രസ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഫിക്സ് ചെയ്തെങ്കിലും ഇതിൽ ഇപ്പോഴും പറഞ്ഞ കുറെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതായത് UDF വലതുപക്ഷ അനുഭാവികൾക്ക് ഇപ്പോഴും അതൃപ്തി ആര്യാടൻ ഷൗക്കത്തിന്റെ ഇതിൽ കാണാൻ കഴിയും. നമുക്ക് ചിലപ്പോൾ ഈ വോട്ട് ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് ആയിട്ട് ഈ വോട്ട് ചിലപ്പോൾ PV അൻവറിന് പോകാനൊരു ചാൻസ് വളരെ സാധ്യതയുണ്ട്. ഫിറോസ് ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ സാദിഖ് അലി തങ്ങളും എല്ലാവരും പറഞ്ഞിരുന്നു നമ്മളെ വോട്ടൊക്കെ ഏകപക്ഷീയമായി നമ്മൾ വോട്ടിറങ്ങി പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം അത് പ്രവർത്തകരിലേക്ക് പോകുന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രവർത്തകർക്കൊന്നും അത് പെട്ടെന്ന്, കാരണം മുസ്ലിം ലീഗിന് ഒരു റോൾ ഇല്ലാത്ത രീതിയിലാണ് VD സതീശന് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസിന് എത്രത്തോളം മുതൽക്കൂട്ടാണോ എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് തീരുമാനിക്കാം. ഏതായാലും വോട്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്തിന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ എല്ലാ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിന് പോകുമോ എന്നുള്ളത് നമുക്ക് ഒരു സംശയം കൃത്യമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ആ വോട്ട് ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് ഫുള്ളും പോകുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം PV അൻവറിനും അവിടെ ഒരു സ്വാധീനമുണ്ട്, അതേപോലെ SDPIക്കും അവിടെ ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ആ ഒരു വോട്ട് അങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അത് എത്രത്തോളം എന്നുള്ളത് കണ്ടറിയേണ്ടത്. രണ്ടാമത് നമുക്ക് സ്വരാജിനെയാണ്. CPM-ന് വേണ്ടി മത്സരിക്കുന്ന സ്വരാജ് കൃത്യമായ ഫാസിസത്തിനെതിരെയൊക്കെ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുന്ന ഒരാളാണ്. മീൻസ് ഫാസിസത്തിന്, അതായത് RSSന്റെ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഒക്കെ കൃത്യമായ പല കാര്യങ്ങളും അദ്ദേഹം ഫേസ്ബുക്ക് കമന്റ് കൊണ്ടും മറ്റും കൃത്യമായ നിലപാടുകൾ അദ്ദേഹം അറിയിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയട്ടെ, എൻ്റെ വ്യക്തിപരമായ, അദ്ദേഹം സർക്കാരിന് എതിരെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കുകയാണ്. സർക്കാർ നടത്തുന്ന സർക്കാരിന്റെ പല പോരായ്മകൾ, ഈ 9 വർഷക്കാലം നമുക്ക് പോരായ്മ എടുത്തു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിസ്റ്റ് എടുത്ത് കണക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രക്കുണ്ട് പോരായ്മകൾ. അപ്പൊ ആ ലിസ്റ്റില് ഒരു കാര്യത്തിന് പോലും സർക്കാരിനെതിരെയോ പിണറായിന്റെ എതിരെയോ വിരൽ ചൂണ്ടാൻ, അതായത് പാർട്ടി എന്നുള്ള രീതിയിൽ സർക്കാരിനെ വിമർശിക്കാനോ, പക്ഷെ ആ ഒരു സംഭവമോ ഇനീഷ്യേറ്റീവോ ഇതുവരെയായിട്ടും സ്വരാജിന്റെ അടുത്ത് നമുക്ക് ഉണ്ടാകാൻ കഴിയില്ല. അപ്പോ സ്വരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി പ്രൊഡക്റ്റ് ആണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ ഒരു സംഭവമാണ്. സ്വരാജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഇങ്ങനെയും ചിന്തിക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിവേ,
സ്വരാജിന്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി മൂന്നാമത് നമുക്ക് നോക്കാൻ കഴിയുന്നത് ആരാണ്? SDP സാദിഖ് നെടുത്തുടിയാണ്. SDP എന്ന ഒരു പാർട്ടി നമുക്ക് SDP ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ SDP വളർന്നു വന്നതും മറ്റു സ്റ്റേറ്റുകളിലൊക്കെ വളർന്നു വന്നത് വളരെ അതിവേഗവും മാത്രമല്ല SDP വളരെയധികം ഭരണകൂട രീതിയിൽ തന്നെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവര് ഇവിടെ നടത്തുന്നത് തീവ്രവാദമാണ് അല്ലെങ്കിൽ ഭീകരവാദമാണ് എന്ന് ചിത്രീകരിക്കുന്നവരും അവർ കൃത്യമായി ചെയ്യുന്നത് ഇവിടെയുള്ള RSSനെയും ഭീകരവാദികളായ സംഘപരിവാരെയും കൃത്യമായി അവർ എതിർക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിലെ ആകമാനം പല സ്റ്റേറ്റുകളിലേക്കും വ്യാപിക്കപ്പെട്ടു. കോഴിക്കോടിൽ നിന്ന് ഒരു സംഘടന മുഖേന തുടങ്ങിയ ആ പാർട്ടി ഇന്ന് ആന്തരം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആ പാർട്ടി വളർന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു നരേന്ദ്രമോദിയുടെ ഈ ഒരു കാലത്താണ് ആ പാർട്ടി ഏറ്റവും കൂടുതൽ വളർന്നത്. നമുക്ക് ഇലക്ഷൻ ആയാലും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും മറ്റു ഇലക്ഷനെല്ലാം നമുക്ക് നോക്കുമ്പോൾ SDP ഗ്രാഫ് അങ്ങ് കുതിച്ചു വരികയാണ്. വ്യക്തിപരമായ ഒരു രീതിയിൽ പറയുമ്പോൾ പോലും എനിക്ക് കാണാൻ കഴിയുന്നത് വലതുപക്ഷം ഇടതുപക്ഷം ജനങ്ങൾ കുറെ പരീക്ഷിച്ചു. ഇനിയുള്ളത് SDP പോലെയുള്ള പാർട്ടികളെയാണ്. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കണം. കാരണം ഈ അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി എന്ന് പറഞ്ഞ വ്യക്തിക്കും അവിടെ നല്ല സ്വാധീനമുള്ള ആളാണ്. അയാൾ പല സമരങ്ങളും അയാൾ നേരിട്ട് പോയി സമരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. SDP നിർണായകമായിരിക്കും. SDP സ്ഥാനാർത്ഥിത്വം ഈ ഇലക്ഷനിൽ കൃത്യവുമാണ്, നിർണായകവുമാണ്. കാരണം SDP മത്സരത്തിന്റെ ഗതി മാറ്റാനുള്ള ഒരു നല്ലൊരു സ്വാധീനം അവിടെയുണ്ട്. അപ്പോൾ SDP ഗ്രാഫ് എത്രത്തോളം വളരുന്നോ അവിടെ ചിലപ്പോ ജയിക്കാനുള്ള ചാൻസ് തന്നെ അവിടെ മാറ്റിമറിക്കാം. ആര് ജയിക്കാനുള്ള ചാൻസ് തന്നെ മാറ്റിമറിക്കാം. അപ്പോൾ SDP ഈ സാന്നിധ്യം നിലവിൽ ചാനൽ ചർച്ചയിലും മീഡിയാസിലും SDP സ്വാധീനം ഹൈലൈറ്റ് ചെയ്ത് മുമ്പേ കാണിക്കലില്ല. സോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചാനൽ ചർച്ചയിൽ പറയുന്ന പോലെ ചതുഷ്കോണ മത്സരമല്ല, ഒരു പഞ്ചകോണ മത്സരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. 4 പേര് തമ്മിലല്ല, ശരിക്കും 5 പേര് തമ്മിലുള്ള ഒരു മത്സരമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. SDP മത്സരം, SDP സാന്നിധ്യം നിർണായകമായിരിക്കും ഇവിടെ. ആര് ജയിക്കാം, ആര് വിജയിക്കാം, ആര് തോൽക്കാം എന്നൊക്കെ SDP ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തോട് കൂടിയിട്ട് നമുക്ക് തെളിയുന്നതാണ്. കാരണം ചിലപ്പോ അസാധ്യമായ ഒരു വോട്ടിന്റെ പിൻബലത്തോട് കൂടിയിട്ട് ചിലപ്പോ SDP സ്ഥാനാർത്ഥി തന്നെ ജയിക്കാനായി പറയാനൊന്നും കഴിയും. അതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. ഇനി നമുക്ക് PV അൻവറിലേക്ക് പോകാം. മുൻ MLA ആയ നിയോജക മണ്ഡല സ്വാധീനം എന്ന് പറയുന്നത് വ്യക്തിപരമായ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ. അദ്ദേഹത്തിൻ്റെതായ ഒരു വോട്ട് പെർസെൻറ്റേജ് തന്നെ ഉണ്ട് അവിടെ. അത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുൻ MLA ആയ PV അൻവറിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. എനിവേ PV അൻവർ 2014 2021 CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് PV അൻവർ അവിടെ മത്സരിച്ചത്. അതിന്റെ മുന്നേ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് CPM അവിടെ സീറ്റ് കിട്ടിയത് പോലും. അതിന് ഹരിയാന മുഹമ്മദിന് സിറ്റിംഗ് സീറ്റായിരുന്നു ആ ഒരു നിലമ്പൂർ നിയോജക മണ്ഡലം. അതാണ് അവരുടെ അടുത്ത് നിന്നാണ്, കോൺഗ്രസിന്റെ അടുത്ത് നിന്നാണ് 2 ഇലക്ഷനിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ആര്, ഈ PV അൻവർ. അപ്പോൾ കൃത്യമായി നമുക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും PV അൻവർ ഒരു വ്യക്തി സ്വാധീനം അവിടെ കൃത്യമാണ്. അതുകൊണ്ട് നിലവിലുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര്യാടൻ ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കോൺഗ്രസിലുള്ള ഒരു അഭ്യൂഹം, അതേപോലെ മുസ്ലിം ലീഗിന്റെ ചെറിയ അതൃപ്തി പ്രവർത്തകർക്കിടയിലും കോൺഗ്രസിന്റെ അതൃപ്തി, അതൊക്കെ ചിലപ്പോൾ PV അൻവറിന് വോട്ടായി മാറും. അതേപോലെ SDP-ക്കും വോട്ടായി മാറും. അപ്പൊ നമുക്ക് കണ്ടറിയണം ഈ ഇലക്ഷന്റെ കൃത്യമായ ഒരു ഇത്. പിന്നെ 5ാമത് നമുക്ക് പറയാൻ കഴിയും മോഹൻ ജോർജ്, BJP. കൃത്യമായി അവിടെ വെറുതെ ഒരു വോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി അതിൽ കോൺഗ്രസിന്റെ വോട്ട് കുറച്ച് കുറക്കാനും അതേപോലെ CPM-ന്റെ വോട്ട് മറിയിപ്പിക്കാൻ അങ്ങനെയെല്ലാം ചിലപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ മത്സരിക്കുന്നുണ്ടാ. നിലവിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടാണ് BJP അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് മോഹൻ ജോർജിനെ കൊണ്ട് മത്സരിപ്പിക്കുന്നത്. ഇനി കൃത്യമായ ജനങ്ങളുടെ കയ്യിലാണ്. കൃത്യമായി 4-5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഭരണം മാറുമ്പോൾ, 4 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഭരണം മാറുമ്പോൾ ജനങ്ങളൊരു വിലയിരുത്തണം. കാരണം ഇതൊക്കെ രാഷ്ട്രീയപരമായ പല കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് വികസനമാണ് ഉണ്ടാകുന്നത് എന്നൊരു വിലയിരുത്തൽ. അത് ഏത് പാർട്ടിയിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ സത്യസന്ധമായി മനസ്സിലാക്കിക്കൊണ്ട് കാലാകാലമായുള്ള സാമ്പ്രദായിക രാഷ്ട്രീയത്തെ അതിനൊരു പുനർചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം രാഷ്ട്രീയപരമായി കാലാകാലം വർഷങ്ങളായി
ഒരേ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതും ഇടത് വലതും പരീക്ഷിച്ച് നമ്മൾ മാറ്റി എന്താക്കണം, നമ്മൾ പുതിയൊരു പാർട്ടി, പുതിയൊരു വ്യക്തിക്ക് നമ്മൾ ചാൻസ് കൊടുക്കേണ്ടതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ നിലവിൽ പലതും ട്രൈ ചെയ്ത് നോക്കി, അതും ഇവർ നിരന്തരമായ അഴിമതിയും കൃത്യമായ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി നമ്മുടെ വോട്ടുകൾ വിനിയോഗിക്കേണ്ടതാണ്. നമ്മുടെ വോട്ടാണ് നമ്മുടെ അവകാശം. ഇവരൊക്കെ നമ്മളെ അഴിമതി നടത്തുന്നതും നമ്മുടെ മേൽ കുതിര കയറുന്നതൊക്കെ എങ്ങനെയാണ്, നമ്മളെ ഇലക്ഷനിൽ പോയി വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വോട്ട് നമ്മളെ കൃത്യമായി വിനിയോഗിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫലാഹ് സൈനിങ് ഓഫ്.